ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് അമ്മയും നവജാത ശിശുവും മരണപ്പെട്ടു. ഡോക്ടർമാരുടെ അനാസ്ഥ മൂലമാണ് അമ്മയും കുഞ്ഞും മരിച്ചതെന്ന് ആരോപിച്ച് ബന്ധുക്കൾ പ്രതിഷേധവുമായി എത്തിയതോടെ ആശുപത്രി വളപ്പിൽ സംഘർഷാവസ്ഥ സംജാതമായി. ചിറയൻകീഴ് കടകം പുളുന്തുരുത്തി തോപ്പിൽ വീട്ടിൽ പ്രവീണിന്റെ ഭാര്യ ബിന്ദുവും നവജാത ശിശുവുമാണ് കഴിഞ്ഞ ദിവസം പ്രസവത്തെ തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ മരണപ്പെട്ടത്. ഡോക്ടർമാരുടെ അനാസ്ഥ മൂലമാണ് മരണം സംഭവിച്ചതെന്ന് ആരോപിച്ച് ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധമുയർത്തിയതോടെ ആശുപത്രി വളപ്പിൽ ഏറെ നേരം സംഘർഷാവസ്ഥ നിലനിന്നു. ഇക്കഴിഞ്ഞ 15-നാണ് ബിന്ദുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 16-ാം തീയതി കൊണ്ടുവന്ന് ഇവിടെ അഡ്മിറ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ കുട്ടിക്ക് അസ്വസ്ഥത തുടങ്ങിയതുകൊണ്ട് 15-ാം തീയതി അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് ആ 15-ാം തീയതി കൊണ്ടുവന്നപ്പോൾ ഈ കുട്ടിക്ക് BP എങ്ങാണ്ട് കൂടുകയോ എന്തോ ചെയ്തു എന്ന് പറയുന്നു. പക്ഷേ അത് 19-ാം തീയതി ഡെലിവറി കുഴപ്പമില്ല, നല്ല സുഖപ്രസവമായിരിക്കും എന്ന് പറയും. 19-ാം തീയതി കഴിഞ്ഞപ്പോഴും അമ്മയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം RDOയുടെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം 10 മണിയോടെ ലേബർ റൂമിൽ ബിന്ദുവിനെ പ്രവേശിപ്പിച്ചു. പിന്നീട് നവജാത ശിശു മരിച്ചതായാണ് ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിച്ചത്. തുടർന്ന് ബിന്ദുവിന്റെ ആരോഗ്യനില വഷളായെന്ന് ഡോക്ടർമാർ അറിയിച്ചുവത്രേ. ഇതേ തുടർന്ന് ബിന്ദുവിനെ SIT ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ വഴിമധ്യേ ബിന്ദു മരണപ്പെട്ടു. ആശുപത്രി സൂപ്രണ്ടിനെയും ഡ്യൂട്ടി ഡോക്ടറെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജനം മുദ്രാവാക്യം വിളിച്ച് ആശുപത്രി അങ്കണത്തിൽ ഒത്തുകൂടി. ഒടുവിൽ V ശശി MLAയും ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R സുഭാഷും എത്തി ഇവരുമായി ചർച്ച നടത്തിയ ശേഷമാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നത്. സംഘർഷാവസ്ഥ സംജാതമായതോടെ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർമാരും ആശുപത്രിയിൽ നിന്ന് മുങ്ങി. ACB ന്യൂസ് ചിറയൻകീഴ്.